ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഹെയർ സ്പാ ചെയ്യാനായിട്ട് പോവാണ്. അങ്ങനെ ഇരുന്ന് അനിയത്തി ഹെയർ സ്പാ ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഹെയർ സ്പാ ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാനും അനിയത്തിയും അഖിലും കൂടെയാണ് പോകുന്നത്. അപ്പോൾ കാർ എടുത്തപ്പോൾ തന്നെ ഫ്രണ്ട് സീറ്റിൽ പ്രസന്റ് സാർ എന്നും പറഞ്ഞ ഒരാൾ ഇരിപ്പുണ്ട്. ഞങ്ങളുടെ എല്ലാമായ റൂബി ഞങ്ങളുടെ പെറ്റാണ്. വരും വീഡിയോകളിൽ നമുക്ക് റൂബിയെ കുറിച്ച് കൂടുതൽ അറിയാം. അപ്പോൾ അച്ഛൻ വന്ന് റൂബി എടുത്തുകൊണ്ട് പോവുകയാണ്. കാരണം എന്തായാലും 1.5 മണിക്കൂർ എടുക്കും ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വരാനായിട്ട്. വീടിനടുത്തായിട്ട് തന്നെയാണ് ഞങ്ങൾ പോകുന്നത്. അനിയത്തി സ്ഥിരം പോകുന്ന ബ്യൂട്ടി പാർലറിലാണ് ഇന്ന് ഞാനും പോകുന്നത്. അങ്ങനെ ഞങ്ങൾ മുടി സ്പായൊക്കെ ചെയ്തു. നല്ല സ്പായ ആയിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കണ്ണാടിയുടെ മുന്നിലൊക്കെ നോക്കി നിന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി. എന്തായാലും സ്പാ ചെയ്തല്ലേ എന്ന് വിചാരിച്ചിട്ട് മുടിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇട്ട് കുറച്ച് പട്ടി ഷോകളൊക്കെ കാണിക്കുകയാണ് കാറിലിരുന്നുകൊണ്ട്. അങ്ങനെ തിരിച്ചെത്തിയപ്പോൾ നീ എന്നെ കൊണ്ടുപോയില്ലല്ലേ എന്നുള്ള പണ്ടിൽ റൂമിൽ നിൽപ്പുണ്ട്. അങ്ങനെ മുടി സ്പായൊക്കെ കഴിഞ്ഞ് വന്നു. നമ്മൾ ഫാഷൻ ഫാക്ടറിയിലോട്ട് പോവാണ്. ഞാനും അഖിലും അനിയനും അനിയത്തിയായിട്ട് പോവുകയാണ്. അവിടെ എന്തോ ഓഫർ ഉണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെയാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും റെഡിയായി കാറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അഖിൽ ഓൾറെഡി കാറിൽ റെഡിയായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് സെൽഫീസൊക്കെ എടുത്ത് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മെയിൻ ഉദ്ദേശം അനിയത്തിക്ക് 2 ഡ്രസ്സ് എടുക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. നല്ല കളക്ഷൻസ് തന്നെയായിരുന്നു. ടോപ്പിൻ്റെ ആയാലും കുർത്തീസിൻ്റെ ആയാലും ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ജെൻ സെക്ഷനിലും അത്യാവശ്യം നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഷൂസ്, ബാഗ്, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അതിനകത്ത് എല്ലാം കറങ്ങിയതിന് ശേഷം നമ്മൾ 2 ടോപ്പ് എടുത്തു അനിയത്തിക്ക്. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണ്. പിന്നെ നമ്മുടെ നെക്സ്റ്റ് ചർച്ച എന്ന് പറഞ്ഞാൽ എന്ത് ഫുഡ് കഴിക്കാം, എവിടെ പോയി കഴിക്കാം എന്നുള്ളതായി. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഫൈനലൈസ് ചെയ്തു സംസമിൽ പോകാമെന്ന്. അങ്ങനെ സംസമിലെത്തി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ മെനു കാർഡ് കിട്ടി. അനിയനും അനിയത്തിയും കൂടെ അത് പഠിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ വളരെ നേരത്തെ അവലോകനത്തിന് ശേഷം ഒരു ഹെൽത്തി നാടൻ മട്ടൺ സൂപ്പ് ഓർഡർ ചെയ്തു. ജസ്റ്റ് അനിയനും ചേട്ടനുമായിട്ട് അത് കുടിച്ചു. കാരണം ഞങ്ങൾക്കത് ഇഷ്ടം. വെൽക്കം ഡ്രിങ്ക് എത്തി. അതിനുശേഷം ഞങ്ങൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നപ്പോൾ എല്ലാവരുടെ മുഖത്തും സന്തോഷമായി. ഞങ്ങൾ ഓർഡർ ചെയ്തത് ഗാർലിക് ബട്ടർ നാൻ, പെറോട്ട, ബട്ടർ ചിക്കൻ, പനീർ ബട്ടർ മസാലയാണ്. പറഞ്ഞു തീരുന്നതിന് മുമ്പ് നമ്മൾ ഫുഡ് കഴിച്ച് തീർന്നു. നല്ല ഫുഡായിരുന്നു. പിന്നെ ബില്ലൊക്കെ കൊടുത്തു. അവിടെ നിന്ന് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അനിയൻ പറയുന്നത്, അയ്യോ ഒരു കാര്യം മറന്നു. അങ്ങനെ പെറ്റ്സ് ലൈഫിൽ പോയി. ഞങ്ങളുടെ പെറ്റ്സ്, അതായത് റൂബി, ഡോണ, 2 പേരെയും അടുത്ത വീഡിയോയിൽ കാണിക്കാം. അങ്ങനെ അവർക്ക് വേണ്ടിയുള്ള മരുന്നെല്ലാം വാങ്ങിച്ച് നമ്മൾ വീട്ടിലെത്തിയതും ദാ വരുന്നു ഞങ്ങളുടെ റൂബി. ഹായ് ചേട്ടാ ചേച്ചി, നിങ്ങളെല്ലാവരും എത്തിയല്ലേ എന്നുള്ള മട്ടിൽ ഓടി വരുവാണ്. ഓടി വന്ന് കാറിലിരിക്കും. അതിപ്പോഴല്ല, അവൾ കാറ് കണ്ട അപ്പോൾ സീറ്റിൽ കയറും. അത് തന്നെയാണ് അവളുടെ സ്വഭാവം. അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ച മരുന്നെല്ലാം റൂബിയുടെ അമ്മയെ ഏൽപ്പിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.